Once again, all of you, welcome back to my YouTube channel. My name is Sadra. So, in our previous class, we discussed just up to amphoteric oxide, and today we are going to discuss the reactions of that amphoteric oxides. ഓക്കെ, അപ്പം നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് ആംഫോട്ടറിക് ഓക്സൈഡ് എന്താണ് എന്നത് മാത്രമാണ് എന്ത് ചെയ്തത് പറഞ്ഞു നിർത്തിയത്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ റിയാക്ഷൻസ് ഓഫ് ദാറ്റ് ആംഫോട്ടറിക് ഓക്സൈഡ്സ്. ആംഫോട്ടറിക് ഓക്സൈഡിന്റെ റിയാക്ഷൻ എന്താണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആംഫോട്ടറിക് ഓക്സൈഡ് മീൻസ് എന്തായിരുന്നു? ദ മെറ്റൽ ഓക്സൈഡ് ദാറ്റ് ഹാവ് ദ എബിലിറ്റി ടു റിയാക്ട് വിത്ത് ബോത്ത് ആസിഡ് ആൻഡ് ബേസ് ആർ നോൺ ആസ് amphoteric oxides, and they will release, otherwise they will produce salt and water. Such metal oxides are known as amphoteric oxides. ഒരേ സമയം ആസിഡും അല്ലെങ്കിൽ ബേസുമായിട്ട് റിയാക്ട് ചെയ്ത് സാൾട്ടും വാട്ടറിനെയും പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള മെറ്റൽ ഓക്സൈഡ്സിനെ പറയുന്ന പേരായിരുന്നു ആംഫോട്ടറിക് ഓക്സൈഡ്. സോ ദ ടു എക്സാമ്പിൾസ് given in your textbook is aluminum oxide and the second one is zinc oxide. So we need to discuss the reactions of that oxides with the acid and base. അപ്പം രണ്ട് ആംഫോട്ടറിക് ഓക്സൈഡ്സ് ആണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്. അലൂമിനിയം ഓക്സൈഡും തന്നിട്ടുണ്ട്, സിങ്ക് ഓക്സൈഡും തന്നിട്ടുണ്ട്. അപ്പം ഈ രണ്ട് ഓക്സൈഡുകളും ആസിഡും ബേസുമായിട്ട് റിയാക്ട് ചെയ്ത് സാൾട്ടും വാട്ടറിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്, ആ ഒരു ഇതാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ്ലി വി ആർ ഗോയിങ് ടു ടേക്ക് ദ ഫസ്റ്റ് ഓക്സൈഡ് ഈസ് അലൂമിനിയം ഓക്സൈഡ്. അപ്പം കെമിക്കൽ ഫോർമുല എഴുതുന്ന ആ ഒരു പോർഷനൊക്കെ നിങ്ങൾ 9th പഠിച്ചിട്ടുണ്ട്. അപ്പം അത് വെച്ച് കെമിക്കൽ റിയാക്ഷൻസ് എഴുതുമ്പോൾ ഫോർമുലാസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. സോ അഥവാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു പോർഷൻ തറോ ആക്കിയതിനു ശേഷം നിങ്ങൾ ഇക്വേഷനിലേക്ക് കടക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഈസ് അലൂമിനിയം ഓക്സൈഡ്, Al2O3. Al2O3 is the formula of aluminum oxide. Here the valency of aluminum is 3 and the valency of oxygen is 2. ഓക്കെ, നമ്മൾ ക്രോസ് ചെയ്തൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ മുന്നേ ഉള്ള ക്ലാസ്സുകളിലും 9th പോർഷനിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലാസ് ഒക്കെ ഒന്ന് എടുത്ത് കാണുക. അപ്പം അലൂമിനിയം ഓക്സൈഡ് എന്തിനൊരു എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? അലൂമിനിയം ഓക്സൈഡ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആംഫോട്ടറിക് ഓക്സൈഡ്. ഓക്കെ, അലൂമിനിയം ഓക്സൈഡ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആംഫോട്ടറിക് ഓക്സൈഡ്. ഇതിന് എന്തിനുള്ള എബിലിറ്റി ഉണ്ട്? ദിസ് മെറ്റൽ ഓക്സൈഡ് ഹാസ് ദ എബിലിറ്റി ടു റിയാക്ട് വിത്ത് ബോത്ത് ആസിഡ് ആസ് വെൽ ആസ് ബേസ്. ഈ ഒരു ഒറ്റ മെറ്റൽ ഓക്സൈഡ് തന്നെ ആസിഡുമായിട്ടും പിന്നെ എന്തുമായിട്ടും റിയാക്ട് ചെയ്യും, ബേസുമായിട്ടും റിയാക്ട് ചെയ്ത് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? സാൾട്ട് ആൻഡ് വാട്ടർ. സാൾട്ടിനെയും വാട്ടറിനെയും പ്രൊഡ്യൂസ് ചെയ്യും എന്നതാണ് എന്തിന് നമ്മൾ പറയുന്ന ഡെഫിനിഷൻ, ആംഫോട്ടറിക് ഓക്സൈഡ്സിന് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ. സോ അലൂമിനിയം ഓക്സൈഡ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആംഫോട്ടറിക് ഓക്സൈഡ് ബിക്കോസ് ദിസ് മെറ്റൽ ഓക്സൈഡ് ഹാസ് ദ എബിലിറ്റി ടു റിയാക്ട് വിത്ത് ബോത്ത് ആസിഡ് ആൻഡ് ബേസ് ടു പ്രൊഡ്യൂസ് സാൾട്ട് ആൻഡ് വാട്ടർ. സോ ദിസ് അലൂമിനിയം ഓക്സൈഡ് ഈസ് നോൺ ആസ് ആംഫോട്ടറിക് ഓക്സൈഡ്. ഈ തന്നിരിക്കുന്ന അലൂമിനിയം ഓക്സൈഡിന് ആസിഡുമായിട്ടും ബേസുമായിട്ടും റിയാക്ട് ചെയ്ത് സാൾട്ടിനെയും വാട്ടറിനെയും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ളത് കൊണ്ടാണ് അലൂമിനിയം ഓക്സൈഡിനെ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, ആംഫോട്ടറിക് ഓക്സൈഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കിനി അതിന്റെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ്ലി വി ആർ ഗോയിങ് ടു ടേക്ക് ദ റിയാക്ഷൻ ഓഫ് അലൂമിനിയം ഓക്സൈഡ് വിത്ത് ആസിഡ്. ഓക്കെ, അലൂമിനിയം ഓക്സൈഡ് വിത്ത് ആസിഡ്. ഈ ഒരു പോർഷൻ നിങ്ങൾ സെക്കൻഡ് ചാപ്റ്ററിൽ ആസിഡ് ബേസിനകത്ത് മെറ്റൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ആ ഒരു പോർഷനിലൊക്കെ കുറച്ച് പോർഷനൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഹിയർ ദ അലൂമിനിയം ഓക്സൈഡ് റിയാക്ട് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പം ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആംഫോട്ടറിക് ഓക്സൈഡിന് എന്ത് നേച്ചർ ആയിരിക്കണം? ബേസിക് നേച്ചർ ആയിരിക്കണം, അല്ലെ? ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം ബേസിക് നേച്ചർ ആയതുകൊണ്ടാണ് ഇത് എന്തിനെ റിലീസ് ചെയ്യുന്നത്? സാൾട്ടിനെയും വാട്ടറിനെയും റിലീസ് ചെയ്യുന്നത്. ആസിഡും ബേസും റിയാക്ട് ചെയ്താൽ മാത്രമേ സാൾട്ടും വാട്ടറും എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഓൾറെഡി ഒരു മെറ്റൽ ഓക്സൈഡ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് സാൾട്ടും വാട്ടറും ഫോം ചെയ്തു എങ്കിൽ അവിടെ ആ മെറ്റൽ ഓക്സൈഡിന് എന്ത് നേച്ചറാണ്? ബേസിക് നേച്ചർ ആണെന്ന് നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ സാധിക്കും. അപ്പൊ ഇവിടുത്തെ സാൾട്ട് എന്ന് പറയുന്നത് അലൂമിനിയം ക്ലോറൈഡ്. അലൂമിനിയം ക്ലോറൈഡ് ആണ് ഇവിടുത്തെ എന്ത്? സാൾട്ട്. AlCl3 is the formula of aluminum chloride, and aluminum chloride is the salt of this reaction, and the second product is water. Okay, സോ അലൂമിനിയം ഓക്സൈഡ് ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ ആണ് നമ്മൾ ഈ പറയുന്നത്. അലൂമിനിയം ഓക്സൈഡ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സാൾട്ടും വാട്ടറും റിലീസ് ചെയ്യുന്നു. ഇവിടുത്തെ സാൾട്ടിന്റെ പേര് അലൂമിനിയം ക്ലോറൈഡ്. ദെൻ സെക്കൻഡ് വൺ ഈസ് വാട്ടർ. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ചാൽ അലൂമിനിയം ഓക്സൈഡിന് എന്തുമായിട്ട് റിയാക്ട് ചെയ്യണം? ബേസുമായിട്ടും റിയാക്ട് ചെയ്യണം. സോ ദ സെയിം മെറ്റൽ ഓക്സൈഡ് അലൂമിനിയം ഓക്സൈഡ് Al2O3 റിയാക്ട്സ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, അപ്പം അലൂമിനിയം
ഓക്സൈഡ് എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? ബേസുമായിട്ട് റിയാക്ട്. അപ്പൊ ബേസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഈ മെറ്റൽ ഓക്സൈഡിന് എന്ത് നേച്ചർ ആയിരിക്കണം? അസിഡിക് നേച്ചർ ആണ്. ബേസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ മെറ്റൽ ഓക്സൈഡിന് അസിഡിക് നേച്ചറും ആസിഡുമായി റിയാക്ട് ചെയ്യുമ്പോൾ മെറ്റൽ ഓക്സൈഡിന് ബേസിക് നേച്ചറും ആണ് എന്ന കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇവിടെയും നമുക്ക് ഫോം ചെയ്യേണ്ട എന്തൊക്കെ തന്നെയാണ്? സാൾട്ടും വാട്ടറും തന്നെയാണ് ഫോം ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ഫോം ചെയ്യുന്ന സാൾട്ട് എന്ന് പറയുന്നത് എന്താണ്? സോഡിയം അലുമിനേറ്റ്. സോഡിയം അലുമിനേറ്റ് എന്നതാണ് നമുക്ക് ഇവിടെ ഫോം ചെയ്യുന്ന സാൾട്ട് എന്ന് പറയുന്നത്. NaAlO2 എന്നതാണ് എന്തിന്റെ ഫോർമുല? സോഡിയം അലുമിനേറ്റ് എന്നതിന്റെ ഫോർമുല എന്ന് പറയുന്നത്. പ്ലസ് എന്തും കൂടെ ഫോം ചെയ്യണം? വാട്ടറും കൂടി ഫോം ചെയ്യണം. സോഡിയം അലുമിനേറ്റ്. സോ ഇവിടുത്തെ നമ്മുടെ സാൾട്ടിന്റെ ഫോർമുല എന്താണ്? NaAlO2. NaAlO2 എന്നതാണ് നമ്മുടെ സാൾട്ടിന്റെ ഫോർമുല. ഫസ്റ്റ് നമുക്ക് എന്താ വന്നിരിക്കുന്നത്? സോഡിയം അലുമിനേറ്റു ആയിട്ടാണ്. AlO2വിന്റെ പേരാണ് എന്ത്? അലുമിനേറ്റ്. AlO2വിന്റെ പേരാണ് അലുമിനേറ്റ്. അതിന്റെ വാലൻസി എന്ന് പറയുന്നത് ഈ ഒരു ഫോർമുല കാണുമ്പോൾ നമുക്ക് വാലൻസി എന്ത് ചെയ്യണം? മനസ്സിലാക്കാൻ സാധിക്കണം. ഇവിടെ സോഡിയത്തിന് ജസ്റ്റ് ഒന്നും തന്നെ വന്നിട്ടില്ല മീൻസ് സോഡിയത്തിന്റെ വാലൻസി എന്താണ്? 1 ആണ് അല്ലെ. അപ്പം AlO2 എന്നതാണ് എന്തിന്റെ ഫോർമുല? അലുമിനേറ്റിന്റെ ഫോർമുല. AlO2 ഈസ് ദ ഫോർമുല ഓഫ് അലുമിനേറ്റ് ആൻഡ് ദ വാലൻസി ഈസ് -1. സോഡിയത്തിന്റെ വാലൻസി എന്താണ്? +1. സോ ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫോർമുല എന്ത് കിട്ടണം? NaAlO2. ദാറ്റ്സ് ദ സാൾട്ട് ഓഫ് ദിസ് റിയാക്ഷൻ. When aluminum oxide react with the sodium hydroxide, we will get the salt as sodium aluminate. സോഡിയം അലുമിനേറ്റ്. ഈ അലുമിനേറ്റിന്റെ ഫോർമുലയാണ് എന്ത്? AlO2 എന്നത്. ഇതിനകത്ത് അലുമിനേറ്റിന്റെ വാലൻസി എന്ന് പറയുന്നത് -1ഉം സോഡിയത്തിന്റെ വാലൻസി എന്ന് പറയുന്നത് +1ഉം. സോ നമ്മുടെ സാൾട്ടിന്റെ പേര് എന്താണ്? സോഡിയം അലുമിനേറ്റ്. അലുമിനേറ്റ് മാത്രമാണ് നോക്കുന്നതെങ്കിൽ അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് AlO2 എന്നതാണ് അലുമിനേറ്റിന്റെ ഫോർമുല. അലുമിനേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ പോളി അറ്റോമിക് അയോൺസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ക്യാരിങ് സിംഗിൾ ചാർജിനെ പറയുന്ന പേരാണ് എന്ത്? പോളി അറ്റോമിക് അയോൺസ്. സോ അലുമിനേറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പോളി അറ്റോമിക് അയോൺ. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ ഫസ്റ്റ് മെറ്റൽ ഓക്സൈഡ് ആയിട്ടുള്ള അലുമിനിയം ഓക്സൈഡിന്റെ ആംഫോട്ടറിക് നേച്ചറിനെ കൺഫേം ചെയ്തിരിക്കുന്നത്. ആംഫോട്ടറിക് ഓക്സൈഡ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ആ ഓക്സൈഡിന് ഒരേ സമയം ആസിഡും ബേസുമായിട്ട് റിയാക്ട് ചെയ്ത് സാൾട്ടും വാട്ടറും ഫോം ചെയ്യിക്കാനുള്ള എബിലിറ്റിയെ പറയുന്ന പേരായിരുന്നു, അല്ലെങ്കിൽ അത്തരം മെറ്റൽ ഓക്സൈഡുകളെ പറയുന്ന പേരായിരുന്നു ആംഫോട്ടറിക് ഓക്സൈഡ് എന്നത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് എടുത്തിരിക്കുന്ന മെറ്റൽ ഓക്സൈഡിന്റെ പേര് അലുമിനിയം ഓക്സൈഡ്. ഫസ്റ്റ്ലി അലുമിനിയം ഓക്സൈഡ് റിയാക്ട് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇൻ ദാറ്റ് റിയാക്ഷൻ അലുമിനിയം ഓക്സൈഡ് ബിഹേവ് ആസ് എ ബേസ്. അത് എന്തായി ബിഹേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഷോ ചെയ്യുന്നുണ്ട് അതവിടെ? ഒരു ബേസിന്റെ ക്യാരക്ടറിസ്റ്റിക് ആണ് അതവിടെ കാണിക്കുന്നത്. Then the product is aluminum chloride and water. Aluminum chloride ആണ് അവിടുത്തെ സാൾട്ട് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് വാട്ടർ. Then next reaction with aluminum oxide with base. ബേസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അലുമിനിയം ഓക്സൈഡ് ആക്ടേഴ്സ് എ ആസിഡ്. അവിടെ ആസിഡിന്റെ നേച്ചർ ആയിരിക്കും എന്ത് കാണിക്കുന്നത്? അലുമിനിയം ഓക്സൈഡ് കാണിക്കുന്നത്. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സോഡിയം അലുമിനേറ്റും വാട്ടറുമാണ്. സോഡിയം അലുമിനേറ്റിന്റെ ഫോർമുല എന്ന് പറയുന്നത് NaAlO2 എന്നതാണ് സോഡിയം അലുമിനേറ്റിന്റെ ഫോർമുല എന്ന് പറയുന്നത്. അപ്പം NaAlO2 എന്നതിനകത്ത് AlO2 എന്നതാണ് അലുമിനേറ്റ്. അലുമിനേറ്റിന്റെ ഫോർമുല AlO2. സോഡിയത്തിന്റെ വാലൻസി 1, അലുമിനേറ്റിന്റെ വാലൻസി 1 ആണ്. ക്രോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഫോർമുലയാണ് NaAlO2 പ്ലസ് വാട്ടറും കൂടെ ഫോം ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ മെറ്റൽ ഓക്സൈഡ് അല്ലെങ്കിൽ ആംഫോട്ടറിക് ഓക്സൈഡ് എന്ന് പറയുന്നത് സിങ്ക് ഓക്സൈഡ് ആണ്. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് സിങ്ക് ഓക്സൈഡ്. സിങ്ക് ഓക്സൈഡ് എന്തിനൊരു എക്സാമ്പിൾ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ആംഫോട്ടറിക് ഓക്സൈഡിന് എക്സാമ്പിൾ ആണ്. അപ്പം ഈ മെറ്റൽ ഓക്സൈഡ് എന്തുമായിട്ട് റിയാക്ട് ചെയ്യണം? ആസിഡുമായിട്ടും റിയാക്ട് ചെയ്യണം, ബേസുമായിട്ടും റിയാക്ട് ചെയ്യണം. സോ ഫസ്റ്റ് നമുക്ക് ഇത് എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് നോക്കാം. ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് നോക്കാം. സിങ്ക് ഓക്സൈഡ് റിയാക്ട് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പൊ നമ്മുടെ സാൾട്ട് ഏതാണ്? സിങ്ക് ക്ലോറൈഡ്. ZnCl2 എന്നതാണ് സിങ്ക് ക്ലോറൈഡിന്റെ ഫോർമുല എന്ന് പറയുന്നത്. ഫോർമുലാസ് എഴുതാൻ കൃത്യമായി പഠിച്ചിരിക്കണം. നിങ്ങൾ ഈ കൊടുക്കുന്ന വാലൻസി ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോയാൽ ആൻസർ തെറ്റായിരിക്കും. അതുകൊണ്ട് വാലൻസിയുടെ പോർഷൻസ് കൃത്യമായിട്ട് പഠിച്ച് ഫോർമുലാസ് എഴുതണം, ഇക്വേഷൻസ് ചെയ്തു വെക്കാൻ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സിങ്ക് ക്ലോറൈഡും വാട്ടറുമാണ്. സോ സിങ്ക് ഓക്സൈഡ് ഫസ്റ്റ്ലി റിയാക്ട് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് സിങ്ക് ഓക്സൈഡിന് എന്ത് നേച്ചർ ആയിരിക്കണം? ബേസിക് നേച്ചർ ആണ്. സെക്കൻഡ് റിയാക്ഷൻ zinc oxide react with sodium hydroxide means zinc oxide react with one base. So base ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നേച്ചർ എന്താണ്? അസിഡിക് നേച്ചർ ആണ്. നമ്മുടെ സാൾട്ട് എന്ന് പറയുന്നത് സോഡിയം സിങ്കേറ്റ് ആണ്. Na2ZnO2 എന്നതാണ് എന്തിന്റെ ഫോർമുല എന്ന് പറയുന്നത്? സോഡിയം സിങ്കേറ്റിന്റെ ഫോർമുല എന്ന് പറയുന്നത്. Na2ZnO2 is the formula of sodium syncate and the second product is water. സോ ഇവിടെ നമുക്ക് സോഡിയം സിങ്കേറ്റ് ആണല്ലോ സാൾട്ട്, Na2ZnO2. ഓക്കെ, ഇതാണ് നമ്മുടെ സാൾട്ട്. ഇതിനകത്ത് ഫസ്റ്റ് വൺ സോഡിയം സിങ്കേറ്റിന്റെ ഫോർമുലയാണ് ZnO2 എന്നത് തന്നെയാണ് സിങ്കേറ്റിന്റെ ഫോർമുല.
സിങ്കേറ്റിന്റെ വാലൻസി ഫോർമുല ഒന്ന് ജസ്റ്റ് നോക്കാം. സോഡിയത്തിന് ഇവിടെ 2 കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നിരിക്കണം സിങ്കേറ്റിന്റെ വാലൻസി 2. ഓക്കെ, കാരണം സോഡിയത്തിന്റെ വാലൻസി 1, സിങ്കേറ്റിന്റെ ഫോമുലയാണ് ZnO2 മൈനസ് ആണ് സിങ്കേറ്റിന്റെ ഫോമുല. ZnO2 2 മൈനസ് നമ്മൾ അത് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫോമുലയാണ് Na2ZnO2 എന്നത്. അതാണ് ഇവിടുത്തെ സാൾട്ട്. അതിന്റെ പേരാണ് സോഡിയം സിങ്കേറ്റ്. സോ നിങ്ങൾക്ക് 2 മെറ്റൽ ഓക്സൈഡ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് അലുമിനിയം ഓക്സൈഡ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് സിങ്ക് ഓക്സൈഡ്. ദീസ് 2 മെറ്റൽ ഓക്സൈഡ്സ് ആർ എക്സാമ്പിൾസ് ഓഫ് amphoteric oxide because they have the ability to react with both acid as well as base to form salt and water. Such metal oxides are known as amphoteric oxides. So reactions കൃത്യമായി എഴുതി തന്നെ പഠിക്കുക. ഫോമുലാസിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ലൈക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേണ്ടി കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.